അധ്യക്ഷ ശ്രീമതി സുജാ തോമസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ, അതുപോലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി ജോളി കെ റെജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ രാജീവ് കോശി, വാർഡ് മെമ്പർ ശ്രീമതി ജോളി സജി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീമാൻ ബേബി മാത്യു, 12ാം വാർഡ് മെമ്പർ ശ്രീ കുര്യാക്കോസ് വൈദ്യർ, 5ാം വാർഡ് മെമ്പർ ശ്രീ അശോകൻ, 17ാം വാർഡ് മെമ്പർ ശ്രീമതി രാധാ രാജേന്ദ്രൻ, കൊടിയാട്ടുള്ള വാർഡ് മെമ്പർ പെരുവണ്ണൂർ വാർഡ് മെമ്പർ ശ്രീ ജേക്കബ് പി ജി ഉൾപ്പെടെയുള്ള ഈ PRCയുടെ കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ, ഇന്ന് ഒരു ഭിന്നശേഷി ഗ്രാമസഭ കൂടണം. ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ സാധാരണ മറ്റുള്ള ആളുകളെ പോലെ ഒരു ജനറൽ ഗ്രാമസഭയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവതരിപ്പിക്കുന്നതിനുള്ള പോരായ്മകളും പരിമിതികളും നമുക്കറിയാം. അതുകൊണ്ടാണ് ഒരു പ്രത്യേക പരിഗണന നൽകി ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ മാത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഗ്രാമസഭ ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾ, അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾ, അവരൊക്കെ അവരുടേതായ കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കണം. വ്യത്യസ്തമാണ് ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ, ഓരോ വീടിൻ്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ തീർച്ചയായും ഈ പരിമിതിക്കെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ പരിമിതിയിലും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സമയം മാറ്റിവെച്ച് പ്രധാനപ്പെട്ട മെമ്പർമാർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പല ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള ആളുകൾ, മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കോർഡിനേറ്റർ ICDSന്റെ സൂപ്പർവൈസർ ഇവിടെ അത് രേഖപ്പെടുത്തും. രേഖപ്പെടുത്തിയതിന് ശേഷം അത് വിശദമായ ഒരു പഠനത്തിന് ശേഷം ആ കാര്യങ്ങളിലെല്ലാം ഉചിതമായ ഒരു തീരുമാനമെടുത്ത് 2026-2027 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതെല്ലാം കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അക്കാര്യങ്ങളെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി, ഒരു തുറന്ന മനസ്സോടുകൂടി ഈ നാട്ടിൽ ക്ഷേമം ആദ്യം വേണ്ട ആളുകൾ ഭിന്നശേഷിക്കാരാണെന്നുള്ള ചിന്തയോടുകൂടിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായും അക്കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ ഞങ്ങൾ മുഴുവൻ മെമ്പർമാർക്കും ഒരേ അഭിപ്രായവും ഒരേ തീരുമാനവും തന്നെയാണ്. തീർച്ചയായും ആ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ രക്ഷകർത്താക്കളായ നിങ്ങളുടെയും അതുപോലെ തന്നെ ഇതിൻ്റെ വികസന കമ്മിറ്റികളുടെയും എല്ലാ അംഗങ്ങളുടെയും ഒരു കൂട്ടായ പരിശ്രമവും തീരുമാനവും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഭിന്നശേഷി ഗ്രാമസഭയിൽ വന്നെത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിനായിട്ട് വൈസ് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സുജാ തോമസ്, ഈ ഭിന്നശേഷി ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്ത ശ്രീ ലിജു ആര്യയുള്ള നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീ രാജീവ് കോശി, വികസനകാര്യ
സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീ ബേബി മാത്യു, ശ്രീ കുര്യാക്കോസ് വൈദ്യ മെമ്പർ, ശ്രീ അശോക മെമ്പർ, രാജേഷ് മെമ്പർ, ശ്രീ പി ജി ജേക്കബ് അവർ,